ചിന്തിക്കാം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 11 അധ്യായം 20 മുതലുള്ള വചനം. ബുക്ക് ഓഫ് മാർക്ക് 11:20. അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തോടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ട് അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. ഹല്ലേലൂയ. പക്ഷെ ഉറപ്പായിട്ട് പറയാം, സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്ന പോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അങ്ങനെ സംഭവിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ഇത് പറഞ്ഞിട്ട് ഈശോ ഏതിലും മലയെ മാറ്റിയിട്ടുണ്ടോ? ബൈബിൾ എടുത്തില്ലല്ലോ, അല്ലേ? പിന്നെ കർത്താവ് അങ്ങനെ പറഞ്ഞത്? താൻ ചെയ്യാത്തൊരു അത്ഭുതം നമ്മോട് ചെയ്യാൻ പറയുന്നത്? താൻ പറഞ്ഞു, ഈ മലയോടൊരു ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒത്തിരി മലയുള്ള രാജ്യമാണ്, അവിടെ കടലുമുണ്ട് സമീപത്ത് തന്നെ. കർത്താവ് പറയാണ്, ഈ മല ഒരു വലിയ മല കാണിച്ചു, ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന യേശു പറഞ്ഞു, സംഭവിക്കുമെന്നാണ്. പക്ഷെ യേശു അങ്ങനെ ഒരു മലയെ പോലും മാറ്റിയില്ല. അങ്ങനെ മാറ്റിയതായിട്ട് ബൈബിളിലില്ല. പക്ഷെ യേശു മാറ്റിയ മലയുണ്ട്. ഒരു മലയാണ് ലഗിയോൻ എന്ന മല. മനസ്സിലായോ? അതതിന്റെ അർത്ഥം ഇതാണ്, ഒന്നിനെ കൊണ്ടും മാറ്റാൻ പറ്റാത്ത അത്രമാത്രം ഉറപ്പിക്കപ്പെട്ട ഒരു മല ഇളക്കാൻ ആർക്കും പറ്റില്ല. അത്രമാത്രം ഉറപ്പിക്കപ്പെട്ടത്. ഒരു ഭൂമിയിൽ കൊണ്ടായാലും മലയൊന്നും പൊടിയുന്നില്ല. ഒരു മല ഇടിച്ചിട്ടുണ്ടായാലും ആ മലയുടെ ഏതൊരു ഭാഗത്തു നിന്നും വെള്ളം ഇടിച്ച് വരുന്നതേ ഉള്ളൂ. ഒരു മലയും പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നില്ല. അപ്പോൾ അത്രമാത്രം അതുപോലെ ആധിപത്യങ്ങൾ, പ്രബുദ്ധങ്ങൾ, നാരകീയമായ ആധിപത്യങ്ങൾ, അതാ ഈശോ ഉദ്ദേശിക്കുന്ന മലയെന്ന് പറയാണ്. ഈ മലയോട് അത് ഏത് തിന്മയാകട്ടെ, ഈ മലയോട് മാറി ഇവിടുന്ന് മാറിപ്പോ, അത് ദൂരെ പോയി പതിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അത് നിന്റെ ഹൃദയത്തിൽ നീ സംശയിക്കാതെ പറഞ്ഞാൽ അത് സംഭവിക്കും. ആ രക്തസ്രാവക്കാരി സ്ത്രീ, അവക്കൊരു മലയായിരുന്നു. ആ രോഗം 12 വർഷമായി മാറാത്തൊരു മല പോലെ നിന്നു. അവിടെ ഒരൊറ്റ ഒന്ന് തൊട്ടതേ ഉള്ളൂ ഈശ്വര വസ്ത്രത്തിന്റെ മേലെ. വിശ്വാസം കൊണ്ട് ആ മല തകർന്നു പോയി. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ ഒത്തിരി സംഭവങ്ങൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങളാൽ ഞെരുക്കപ്പെട്ട് ഒരു വൈദ്യനോ ഒരു മരുന്നിനോ ഒന്നിനോ സുഖപ്പെടുത്താൻ പറ്റാത്ത വണ്ണം കെട്ടപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യർക്ക് യേശു കൊടുത്ത വിടുതലാണ്. ഒരൊറ്റ വാക്കുകൊണ്ടാണ് യേശു വിടുവിച്ചത്. പ്രിയപ്പെട്ടവരെ, കഥ നമ്മോട് പറയാണ്, നീ കൽപ്പിക്കണം. നിന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളോട് നീ കൽപ്പിക്കണം. കൽപ്പിച്ചാൽ മാറുമോ? മാറിയിട്ടുണ്ടോ? ഇപ്പോഴും മാറുന്നുണ്ടോ? നിങ്ങൾ കൽപ്പിച്ചാൽ ഒരു മലയെ മാറ്റാൻ പറ്റുമോ? നമുക്ക് പറയാം, നമ്മളൊരു പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് അനുഭവം കിട്ടാൻ വേണ്ടി ദൈവം ഓരോ തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അതായത് ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാതെ നമുക്കെതിരെ നിൽക്കുന്ന പിശാചിന്റെ രാജ്യമുണ്ട്, അവന്റെ ശക്തിയുണ്ട്, അവന്റെ ആധിപത്യങ്ങളുണ്ട്. അത് തകർക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായി വിടുതൽ പ്രാപിക്കാൻ പറ്റൂ. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും. പരിശുദ്ധാത്മാവിന് ശക്തി നിങ്ങൾക്കുണ്ടോ? ശക്തിയുണ്ടോ? ഉണ്ടെന്ന് പറയും. അപ്പൊ ശക്തി കൊണ്ട് പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലഘുവാണ്. നമ്മൾ ഇതുവരെ പ്രാപിച്ചിട്ടില്ല ആ വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭീകരമായ പ്രശ്നങ്ങളെ പിടിതു മാറ്റണമെങ്കിൽ ഒന്ന് നമുക്ക് ശക്തി വേണം. അത് സാധാരണ ശക്തി പോരാ, വലിയ ശക്തി വേണം. 2, നമുക്ക് അധികാരം ഉണ്ടാകണം. അധികാരം വേണം. 3, നമുക്ക് വിശ്വാസം ഉണ്ടാകണം. എന്തൊക്കെ ആവശ്യമുള്ളത്? ശക്തി വേണം, അധികാരം വേണം, വിശ്വാസം ഉണ്ടാകണം. എന്താ ശക്തി എന്ന് പറയുന്നത്?
നിങ്ങൾ ഒരു കാര്യത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരു പ്രശ്നം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു കൂരമ്പ് പോലെ ഒരു സംശയം കടന്നു വരികയാണ്, ഒരു അസ്വസ്ഥത കടന്നു വരികയാണ്. അവിടെ തീർന്നു പ്രാർത്ഥന. പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. നിങ്ങൾ എന്തുമാത്രം ഹൃദയത്തിൽ ഉറപ്പുണ്ടോ, എത്രമാത്രം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, അവിടെയാണ് ശക്തി പ്രകടമാകുന്നത്. എതിരായ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസം വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. നമ്മൾ എന്താ പറയുക, നിർജീവമായി പോവുകയാണ്. അത് ശക്തിയല്ല. അവിടെ നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടുന്ന ഏറ്റവും ആവശ്യമുള്ള ആ ശക്തിയുടെ ഉറവിടം ധൈര്യമാണ്. നമ്മുടെ ദാവീദ് സങ്കീർത്തനം 18:1 ദാവീദ് കർത്താവിനോട് പറയണം, കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാനങ്ങ് സ്നേഹിക്കുന്നു. എന്നിട്ട് പറയും, കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാനങ്ങ് സ്നേഹിക്കുന്നു. സങ്കീർത്തനം 138:4 സങ്കീർത്തനം പറയാണ്, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്നെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. ധൈര്യം പകർന്നെ ശക്തിപ്പെടുത്തി. നമുക്ക് ശക്തിയെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ധൈര്യമാണ്. ഏത് പ്രശ്നം വന്നാലും തളർന്നു പോകാത്തൊരു മനസ്സ്, ഒരു ഹൃദയം, ഒരു ക്ഷതം, ഒരു ആന്തരിക മുറിവ്, ഒരു ജ്വലിക്കുന്ന കൂരമ്പ് വരുമ്പോൾ നമ്മൾ തളർന്നു പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം പിശാച് അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. നീ പ്രാർത്ഥിക്കണ്ട, നീ കൽപ്പിക്കണ്ട, അത് സംഭവിക്കേണ്ട. കാരണം സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ധൈര്യം കൂടും, വിശ്വാസം കൂടും. അത് വേണ്ട. അപ്പൊ പിശാച് എപ്പോഴും എന്നെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ അറിയണം, ഇതൊക്കെ നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ മേഖലകളാണ്. ഈ ശക്തിയും ധൈര്യവും ഒക്കെ പ്രാപിക്കണമെങ്കിൽ ഭയം ഉള്ളിൽ കടന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് നല്ല ധൈര്യം വേണം, നല്ല ധൈര്യം. ആ ധൈര്യമാണ് നമുക്ക് ശക്തി നൽകുന്നത്. രണ്ടാമത് കേട്ടാണ് അധികാരത്തെ കുറിച്ച് കേട്ടു. നിങ്ങൾക്ക് അധികാരമുണ്ടോ? അധികാരമുണ്ടോ ഇല്ലയോ? ഞാൻ മനസ്സിലാക്കുന്നത് അധികാരം, അതായത് പിശാചുകളുടെ മേൽ, അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുള്ളത് അപ്പസ്തലന്മാർക്ക്, പ്രവാചകന്മാർക്ക്, പിന്നെ പുരോഹിതന്മാർക്ക്. ഈ 3 കൂട്ടർക്കാണ് അധികാരം ദൈവം കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ മനുഷ്യർ ആത്മാരെ പിശാചുകളെ പുറത്താക്കുന്നു, വചനം പ്രസംഗിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു? അതിന് കാരണം എന്താണ്? അതിന് കാരണം 1 പത്രോസ് 2:9 വചനമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മളെ രാജകീയ പുരോഹിത ഗണമാക്കി മാറ്റി, വിശുദ്ധ ജനതയാക്കി മാറ്റി, ദൈവത്തിന് സ്വന്തമാക്കി നമ്മളെ മാറ്റി. അങ്ങനെ സ്വന്തമാക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളെ വിളിച്ചു, നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മളെ വിശുദ്ധീകരിച്ചു. നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. നമ്മളെ നിയോഗിക്കുകയാണ്, ദൈവരാജ്യം പ്രഘോഷിക്കുക, ദൈവരാജ്യം വളർത്തുക. നമ്മളെ രാജകീയ പുരോഹിത ഗണമായിട്ടാണ് ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രാജാതിരാജനായ യേശുവിന്റെ പുരോഹിത ഗണമാണ് നമ്മളെല്ലാവരും. അതാണ് നമ്മുടെ അധികാരം. ഹല്ലേലൂയ. ഒരു വിശ്വാസി അവൻ ക്രിസ്തുവിന്റെ രാജകീയ പുരോഹിത ഗണമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആ പുരോഹിത ഗണമായതുകൊണ്ട് അവൻ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്. അപ്പൊ സ്വന്തമായവൻ ചെയ്തുകൂടെ? തീർച്ചയായിട്ടും സാധിക്കും. വചനം പ്രസംഗിക്കാം, പിശാചുകൾ പോകാൻ പറയാം, മനുഷ്യരെ ഉയർപ്പിക്കാം, രോഗികളെ സുഖപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ അധികാരം അതാണ്. പക്ഷെ ഈ അധികാരം നമുക്ക് വചനം വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് പിശാചിനെ ബഹിഷ്കരിച്ച് വിടാനായിട്ട്? നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മളെ ആക്രമിക്കുന്ന, സ്വാധീനിക്കാൻ വരുന്ന അശുദ്ധാത്മാക്കളെ ബന്ധിക്കാൻ നമുക്ക് എത്ര പേർ കൊണ്ട് സാധിക്കുന്നുണ്ട്? കുറച്ച് പേര് ചെയ്യുന്നവരുണ്ട്, അവരുടെ ശുശ്രൂഷകന്മാർ ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, ഭജനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും അഭിഷേകത്തിലൂടെയും നമുക്ക് നൽകപ്പെട്ട ഈ അധികാരത്തെ നമ്മൾ അറിയണം. അധികാരത്തിനാണ് ശക്തിയുള്ളത്. അധികാരം വലിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് യേശുവിന്റെ നാമത്തിന് അധികാരമുണ്ട്, അല്ലേ? യേശുവിന്റെ നാമത്തിന് അധികാരമുണ്ട്, എല്ലാവരുടെ മേലും അധികാരമുണ്ട്. കാരണം യേശുവിന്റെ നാമത്തെ പിതാവ് അദ്ദേഹം ഉയർത്തി, ഏറ്റവും ഉന്നതമായ നാമമായിട്ട് ഉയർത്തി. ആ നാമത്തിന് മുമ്പിൽ ബാക്കിയെല്ലാ നാമങ്ങളും മുട്ടുമടക്കണം എന്നുള്ളത് പിതാവിന്റെ നിശ്ചയമാണ്, കൽപ്പനയാണ്, ഒരു അധികാരമാണ്. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ എല്ലാ ശക്തിയിലും ഫിലിപ്പിയ ലേഖനം 2:9-10 വരുന്ന വചനപ്രകാരം
സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുള്ള എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പിൽ കീഴടങ്ങണം. ഹല്ലേലൂയ. അതൊരു അധികാരമാണ്. നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില്. ഒരു ശതാധിപൻ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഒരു ശതാധിപൻ യേശുവിൽ വരികയാണ്. കഫർനാമിൽ യേശു വരുമ്പോൾ എന്നിട്ട് പറയുകയാണ്, കർത്താവേ, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുകയാണ്. ഒരു ശതാധിപനാണ്, ഒരു സെഞ്ചൂറിയൻ, 100 പട്ടാളക്കാരുടെ അധിപനാണ്, ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് അയാള്. ഇയാളത് പറയാം, ഈശോ എന്താ പറഞ്ഞത്? ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം, ഞാൻ വന്നെ സുഖപ്പെടുത്താം. ഉടനെ അയാൾ പറയാം, വേണ്ട കർത്താവ്, വേണ്ട. ഒറ്റമക്കൾ അയാൾ പറയാണ്, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. എന്തിനാൾ പറയാണ്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകാൻ എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു, എന്റെ അടിമയോട് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യുന്നു. എന്താ കാരണം? അധികാരം. ഇവന് സെഞ്ചൂരിയൻ, ഒരു ശതാധിപനാണ്, അവന്റെ അധികാരം. അപ്പോൾ ആ അധികാരത്തിന്റെ ശക്തിയാണ്. അധികാരം ഉള്ളത് കൊണ്ട് അവന് കീഴിലുള്ള എല്ലാ പൗരോപകരം, പോലീസ് സേനയില് ഒരു ജില്ലാ സൂപ്രണ്ട് അല്ലെങ്കിൽ ഒരു സർക്കിളോ ഒരു SIO, അവർക്കൊക്കെ അധികാരമുണ്ട്. അവർ പറയുമ്പോൾ അവർ കീഴുദ്യോഗസ്ഥന്മാർ അനുസരിച്ചേ പറ്റൂ. അനുസരിക്കേണ്ടി കാണിച്ചാൽ പുറത്താണ്, പണിഷ്മെന്റ് ആണ്. അത് നിയമമാണത്, സംവിധാന നിയമമാണത്. അപ്പോൾ ആ അധികാരത്തിന് ശക്തിയാണത്. ഇവിടെ ഈ ശതാധിപൻ ഈശോയോട് പറയുകയാണ്, ഞാനും അധികാരത്തിന് വിധേയപ്പെടാൻ, എൻ്റെ മുകളിൽ സുപ്പീരിയേഴ്സ് ഉണ്ട്, ഞാൻ അവർക്ക് വിധേയപ്പെട്ടവനാണ്. എൻ്റെ കീഴിലെ പടയാളികളുണ്ട്, അവരൊക്കെ എനിക്ക് വിധേയപ്പെട്ടവരാണ്. ഞാൻ എന്തു പറയാൻ അവരനുസരിക്കും. അയാൾ പറഞ്ഞതിന് അർത്ഥം ഇതായിരുന്നു, യേശുവേ, നിനക്ക് അധികാരമുണ്ട്. അത് മനുഷ്യന്റെ മേലെ മാത്രമല്ല, പിശാചുകളുടെ മേലും തളർവാദ രോഗത്തിന്റെ മേലും എല്ലാറ്റിനും മേലും നിനക്ക് നീ അധികാരിയാണ്. അതുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രമേ ഇതിന്റെ പ്രത്യേക സുഖം പ്രാപിക്കും. ഹല്ലേലൂയ. അയാളുടെ വലിയൊരു അറിവും വലിയൊരു വിശ്വാസം ഏറ്റുപറച്ചിലും വരുന്നത് ഒരു വലിയ അറിവാണ് അയാൾ പറഞ്ഞത്. കാരണം അയാൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു, യേശു അത്ഭുതങ്ങൾ അയാൾ കണ്ടു, അയാൾ മനസ്സിലാക്കി. അത് ചുമ്മാ ചെയ്യാൻ പറ്റില്ല. സ്വർഗത്തിന്റെ അധികാരം, ദൈവത്തിന്റെ അധികാരം യേശു ക്രിസ്തുവിൽ ഉള്ളത് കൊണ്ടാണ് യേശു ചെയ്യുന്നത് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ പറയുന്നത്, എന്റെ കീഴിലുള്ളവരോട് ഞാൻ കൽപ്പിക്കുന്നവർ പോകുന്നെങ്കിൽ യേശുവേ, നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ആ തളർവാദം അവനെ വിട്ടു പോകും. കാരണം അത് നിന്റെ കീഴിലാണ്, നീ അധികാരിയായതുകൊണ്ട്. അപ്പോൾ ഈശോ കേട്ട് ഈശോ അത്ഭുതപ്പെട്ടെന്നാ പറയുന്നത്. യേശു ഒരു വചനം പറയുന്നുണ്ട്. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചതോട് പറഞ്ഞു, സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവന് പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ശ്രദ്ധിക്കണമേ, യേശു പറയാണ്, കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. എവിടെ വിരുന്നിരിക്കുന്നത്? സ്വർഗരാജ്യത്തിൽ. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ പർദീസ, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം പ്രവേശിക്കുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. അപ്പോൾ അവിടെ അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും ഒത്തിരി ആൾക്കാർ വന്ന് വിരുന്നിനിരിക്കും. ഈശോ പറയാണ്, രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തേക്ക് എറിയപ്പെടും. രാജ്യത്തിന്റെ മക്കൾ. ഏത് രാജ്യത്തിന്റെ മക്കളാണ്? ഏത് രാജ്യത്തിന്റെ മക്കളാണ്? ദൈവരാജ്യത്തിന്റെ മക്കളാണ്. ദൈവരാജ്യത്തിന്റെ മക്കൾ. അതാരാണ് ദൈവരാജ്യത്തിന്റെ മക്കള്? നമ്മളൊക്കെ തന്നെ ക്രൈസ്തവരാണ് ദൈവരാജ്യത്തിന്റെ മക്കൾ. കാരണം ജ്ഞാനസ്നാനം വഴി നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരാണ്. ഈശോ പറയാ, രാജ്യത്തിന്റെ മക്കൾ അവർ പുറത്തേക്ക് എറിയപ്പെടും. പക്ഷേ കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വരുന്ന രാജ്യത്തിന്റെ മക്കൾ അല്ലാത്തവർ വിശ്വാസത്താല് അവർ വിരുന്ന് ആഘോഷിക്കും. അവരുടെ സമർപ്പണവും വിശ്വസ്തയും കൊണ്ട് ദൈവരാജ്യത്തിന്റെ ആണെന്ന് പറയുകയും എന്നാൽ ദൈവരാജ്യത്തിന്റെ അല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യര് ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ദൈവരാജ്യത്തിന്റെ അംഗമാണെന്ന് പറയുന്നു, ക്രൈസ്തവനെ കത്തോലിക്കനാണെന്ന് പറയുന്നു, പക്ഷെ മദ്യപാനത്തെ ജീവിക്കുക. അവൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പോലുമില്ല. അവന്റെ ജീവിതം നരകത്തിലാണ്. കാരണം ഗലാത്യർ 5:16 വചനപ്രകാരം പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, മദ്യപാനികളും മദ്യലോസത്തിൽ ജീവിക്കുന്നവർ ആരും ദൈവരാജ്യം അവകാശപ്പെടുത്തില്ല. അവർ ഭൂമി ജീവിക്കുന്ന കാലത്ത് തന്നെ അവർക്ക് ദൈവരായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാലോ അവരുടെ ജീവിതത്തിന്റെ അന്ത്യം നരകത്തിലാണ്. എത്രയോ എന്തുമാത്രം മനുഷ്യരാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്.
കാരണം ദൈവരാജ്യം പ്രവേശിച്ചത് ഈ ഭൂമിയിലെ രാജ്യത്ത് യേശു സ്ഥാപിച്ച രാജ്യമാണ് ദൈവരാജ്യം, അല്ലെ നമ്മൾ സഭയെന്ന് പറയുന്നു. അവിടെ പ്രവേശിച്ചിട്ട് അതിൻ്റെ യാതൊരു ബന്ധവുമില്ലാതെ പാപത്തിൽ ജീവിക്കുമ്പോൾ, മദ്യപാനവും വ്യഭിചാരവും കൊലപാതകവും വിദ്വേഷവും വെറുപ്പുമായിട്ട് ജീവിക്കുമ്പോൾ, അവൻ്റെ ആത്മാവ് ജീവിക്കുമ്പോൾ തന്നെ അശുദ്ധാത്മാവാണ്. ശരീരം മരിച്ചു കഴിയുമ്പോൾ നേരെ പോകുന്ന നരകത്തിലേക്ക്, സാത്താൻ്റെ പക്കലേക്കാണ് പോവുക. അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ മക്കളുടെ അവസ്ഥ. ഇവിടെ നമ്മൾ കഴിഞ്ഞ അല്പം നിമിഷമായി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തലമുറ അതോട് കണ്ട് ആനന്ദിക്കുകയാണ് എന്ന്. നിങ്ങൾ കണ്ട ഒരു കാര്യം ഇതാണ്, ഒരു സ്ത്രീ ഒരു ആത്മാവാണ്. അവരെ പെട്ടെന്ന് അവരുടെ മൂത്തോയ്ക്ക് തലയുടെ തുണ്ടെടുത്തിട്ട് പൊട്ടിക്കരയുകയാണ്, വിങ്ങിക്കരയുകയാണ് ഇവിടുത്തെ ദോഷം കണ്ടുകൊണ്ട്. കാരണം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയില്ല, അവർക്ക് പാപത്തിൽ നഷ്ടപ്പെട്ടു പോയി, അവർ ദൈവത്തെ അനുഭവിച്ചറിയാൻ പറ്റിയില്ല. ഇപ്പോൾ അവര് പെട്ടെന്ന് അനുഭവിക്കുകയാണ്, നിലവിളിക്കുകയാണ് അവരെ കണ്ടുകൊണ്ട്, ഇവിടുത്തെ സന്തോഷം കണ്ടുകൊണ്ടപ്പോൾ. യേശു പറഞ്ഞല്ലേ, നിങ്ങളുടെ കണ്ണുകൾ കാണുന്നവ ഭാഗ്യമുള്ളവ, കാതുകൾ കേൾക്കുന്നവ ഭാഗ്യമുള്ള. എന്നാൽ അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും നീതിമാന്മാരും കാണാൻ ആഗ്രഹിച്ചു, കണ്ടില്ല, കേൾക്കാൻ ആഗ്രഹിച്ചു, കേട്ടില്ല. അപ്പം നമുക്കിതെല്ലാം കാണാനും കേൾക്കാനും ദൈവം തന്ന വലിയ സൗഭാഗ്യം. നമുക്ക് വിശ്വസ്തരായിരിക്കാം, നന്ദിയുള്ളവരായിരിക്കാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന്റെ മക്കള് പുറത്തെറിയപ്പെടേണ്ടവരല്ല. അവരെ തിരിച്ചുകൊണ്ട് നമ്മുടെ ദൗത്യ ഉത്തരവാദിത്തമാണ്. ആദ്യം നമ്മൾ തന്നെ ഉറപ്പാക്കണം ദൈവരാജ്യത്തിൽ നമ്മുടെ സ്ഥാനം. അത് ഉറപ്പിക്കപ്പെടണം. നമ്മള് ദൈവരാജ്യത്തിലാണെന്ന് പറയുകയും നമുക്ക് ദൈവത്തിന്റെ വചനമില്ലാതെ അതിനെതിരെ നമ്മൾ പാപത്തിൽ ജീവിക്കുകയും ചെയ്താൽ നമ്മളതിന് പുറത്താണെന്ന് അറിയണം. നമുക്ക് അങ്ങനെ ജീവിതം കൊണ്ട് യാതൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. ദൈവത്തിന്റെ വചനപ്രകാരം വിശദമായിട്ട് ജീവിക്കുന്നെങ്കിൽ നമ്മൾ ആക്രമിക്കപ്പെടും, നമ്മള് പുറന്തള്ളപ്പെടും, എറിയപ്പെടും പുറത്തേക്ക്. യേശു പറയാണ്, അയാൾ പറയാണ്, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഈ മനുഷ്യൻ തിരിച്ചറിയാൻ അധികാരത്തെ തിരിച്ചറിയുകയാണ്. അപ്പൊ നമുക്ക് അറിവുകൊണ്ടാണ് അധികാരത്തിന്റെ ശക്തി എത്ര വലുതാണ് എന്നുള്ളത്. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ, നമുക്ക് നൽകപ്പെട്ട വചനത്തിലൂടെ ഇവിടെ ഇതെല്ലാം സാധ്യമാണ് നമുക്ക്. കാരണം യേശുവിന്റെ നാമത്തിന് അധികാരമുണ്ട്. നാം സ്വീകരിക്കുന്ന വചനത്തിനും അധികാരമുണ്ട്. വചനത്തിന് അധികാരമുണ്ട്. ലൂക്ക 4 നമ്മൾ കാണുന്നുണ്ട്. യേശുവിന് ആയുധ പ്രഘോഷണത്തില് ഒരു സിനഗോഗിൽ യേശു പ്രസംഗിച്ചപ്പോൾ ഒരുവൻ അശുദ്ധാത്മ പുറത്തു വന്നു. ആൾക്കാരെന്താ പറഞ്ഞത്? എന്തൊരു പ്രബോധനമാണത്! ഇവൻ അധികാരത്തിന്റെ ശക്തിയോടെ അശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു, പുറത്തു പോവുകയും ചെയ്യുന്നല്ലോ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് അധികാരമുണ്ട്. പുറത്തു പോയെന്ന് പറഞ്ഞാൽ വചനത്തിൽ കൽപ്പിക്ക പോവുകയാണ്, തിന്മ വിട്ടു പോവുകയാണ്. ഇതൊക്കെ നമുക്കറിയാം. വചനത്തിന് അധികാരമുണ്ട്, യേശുവിന്റെ നാമത്തിന് അധികാരമുണ്ട്. ഇതൊക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അധികാരമില്ല. നമുക്ക് നൽകപ്പെട്ട അധികാരം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് ഏറ്റവും കാതൽ നമ്മൾ രാവിലെ കേട്ടത് നമ്മുടെ അശുദ്ധിയാണ്, നമ്മുടെ വിശുദ്ധിയില്ലായ്മയാണ്. നമ്മുടെ വിശുദ്ധീകരണം സംഭവിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ജീവിതം സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് വെറുതെ ഒരു കൂട്ടായ്മ ശുശ്രൂഷ വന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അഭിഷേകം കിട്ടി, പിന്നെ അടുത്ത കൂട്ടായ്മയ്ക്ക് ഒന്ന് പ്രാപിക്കുന്നതല്ല. നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ മെയ് 24 മുതൽ ഞാൻ പറഞ്ഞു, ഒരു പെന്തക്കോസ്തായുടെ വലിയൊരു അഭിഷേകം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നാളുകളിൽ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അയച്ച ജ്ഞാനത്തിന്റെ അഗ്നിയും പരിശുദ്ധാത്മ അഗ്നിയും കൂടിച്ചേർന്നുകൊണ്ട് ജ്ഞാനത്തെ ഉയർത്തുന്ന ഒരു ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രയും നാളെ ലോകത്തിന് അജ്ഞാതമായ ജ്ഞാനം ഇനി മുമ്പിൽ വന്ന് പരിശുദ്ധ മറിയത്തിന്റെ യുഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. പരിശുദ്ധ മറിയത്തിലൂടെ ജ്ഞാനത്തിന്റെ വലിയ വീര്യപ്രവൃത്തി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാലത്ത് നമ്മൾ കടന്നു വന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു വലിയൊരു ദൗത്യമാണ്. അയക്കപ്പെട്ട അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിറഞ്ഞ് 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 നമ്മൾ ആദിമ സഭയിലെ വിശുദ്ധരെ പോലെ നമ്മളായി തീരണം. ഹല്ലേലൂയ. അത് നമുക്ക് സമർപ്പണം ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസം ഓഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 40 ദിവസങ്ങളെ അഭിഷേകം ഒഴുകുമെന്ന്. എത്ര പേര് കേട്ട ഓഡിയോ? ഹല്ലേലൂയ. 40 ദിവസങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ വരുന്ന ജൂലൈ മാസം 3-ാം തീയതിയാണ് 40 ദിവസം അവസാനിക്കുക. ഈ 3-ാം തീയതി ദുഃഖറാനയാണ്, തോമാശ്ലീഹയുടെ തിരുനാൾ ദിവസമാണ്. നമ്മൾ വളരെ ആഘോഷമായിട്ട് കൊണ്ടാടാൻ പോവുകയാണ്. ജൂലൈ മാസം 3, 4, 5 തീയതികളിൽ നമ്മൾ തൃശ്ശൂരിൽ ഒരു 3 ദിവസത്തെ വലിയ ശുശ്രൂഷ വീണ്ടും ഒരുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മുടെ ഓരോ കൂട്ടായ്മകളും അഭിഷേകത്തിൽ നിന്നും അഭിഷേകത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. ഹല്ലേലൂയ. ഇത് നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടമാണ്.
വില കൊടുത്ത് കടന്നു വന്ന് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് അനുഗ്രഹമാണ്. ഞങ്ങൾ പറയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനതയായിട്ട് മാറണം. ഇവിടെ കേട്ട സാക്ഷിയൊക്കെ എന്തായിരുന്നു? അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. കാരണം സ്പിൻഡിസിന്റെ ഒരു അഭിഷേകം അനുഗ്രഹത്തിന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹം പ്രാപിച്ച് മേടിക്കണം. അത് ഒരു ശുശ്രൂഷയ്ക്ക് വരുമ്പോഴല്ല മേടിക്കേണ്ടത്. വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥനയിൽ നീ പ്രാപിച്ചെടുക്കണം. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ആ പ്രാർത്ഥനയിലൂടെ നിന്റെ അധികാരത്തെ നീ ഉറപ്പിക്കണം, നീ മനസ്സിലാക്കണം. നിങ്ങൾ പറയാം, നിങ്ങൾക്കൊരു രോഗം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മരുന്നിലേക്ക് പോകാതെ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് തലവേദന വന്നു, തല കവിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പോയില്ല, വീണ്ടും കലിപ്പിക്കുക. വിട്ടുപോകട്ടെ. പോകുന്നില്ല, വീണ്ടും ഉറക്കെ കലിപ്പിക്കുക. വിശ്വാസം കലിപ്പിക്കുക. വിട്ടുപോ. നിന്റെ കൽപ്പന, നിന്റെ വിശ്വാസന ഉറപ്പിൽ ആ രോഗം മാറിപ്പോകും, വേദന വിട്ടുപോകും. നമ്മൾ മരുന്നിലേക്കല്ല ഓടി പോകേണ്ടത്. ഒരു പനി, ഒരു വയറുവേദന നിസ്സാരമായ പറയുകയാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെ എങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും. നമ്മളെപ്പോഴും മരുന്നിലേക്കല്ല ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നൽകപ്പെട്ട ആത്മാവിനെ നമ്മൾ ഉണർത്തണം, പരിശുദ്ധാത്മാവിനെ ഉണർത്തണം. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ സംപ്രീതനാകണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവിടത്തേക്ക് സന്തോഷമാകും. ഓ, നീ എങ്ങനെ ചെയ്തല്ലോ, അവിടെ നോക്കി നിൽക്കുകയാണ് നീ ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടിയിട്ട്. നീ നിന്റെ തലയിൽ തന്നെ അല്ലെ നിന്റെ കുഞ്ഞിന്റെ തലയിൽ നീ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോ അത് വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ ആരാണ് സന്തോഷിക്കുന്നത്? ഇതിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ ഉണർത്തുന്നില്ല, നമ്മൾ ഉണർത്തണം. ആത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം, ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നതിനായിട്ട് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രിയരെ, നമുക്ക് നൽകപ്പെട്ട ഈ അധികാരത്തെ നമ്മൾ ജ്വലിപ്പിക്കുക. നമ്മുടെ ക്രിസ്തുവിന്റെ രാജകീയ പുരോഗതി ഗണമാണ്. ഒരു വചനോട് ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ ജ്ഞാനസ്നാന സമയത്ത്, മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം 16 മുതൽ വചനമാണ്. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവരുടെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ശ്രദ്ധിക്കണമേ, 16 വചനം പറയുകയാണ്, സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. യേശു ആദ്യം വെള്ളത്തിൽ സ്നാനപ്പെട്ടു, വെള്ളത്തിൽ മുങ്ങിയാണ്. ഇമേഴ്സ് ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ പൂർണ്ണമായിട്ടും മുങ്ങിയാണ് സ്നാനം അന്ന് കൊടുത്തിരുന്നത്. ജോർദാൻ നദിയിൽ ഈശോ വെള്ളത്തിൽ മുങ്ങി, യേശു സ്നാനപ്പെട്ടു. അതിനുശേഷം യേശു വെള്ളത്തിൽ നിന്ന് കയറി. അതിന് പറയുകയാണ്, വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് യേശുവിന്മേൽ ഇറങ്ങി വന്നു. ഇത് തന്നെയാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് വ്യത്യാസം? കാരണം ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വിശ്വസിച്ച് സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കത്തുള്ളൂ. അതിന് വചനമുണ്ടല്ലോ ബൈബിളിൽ. ഇവിടെയാണത്, മർക്കോസ് 16-ലാണ്. 16 യേശുവിന്റെ സാർവത്രിക സുവിശേഷം ആ ഭാഗത്ത് പറയുന്നുണ്ട്. ആ വചനം ഇതാണ്, മർക്കോസ് 16:16. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിന്റെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകം എന്ത് കുടിച്ചാലും അവർ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നതിൻ്റെ മേൽ എന്നാ പറഞ്ഞേ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നതിൻ്റെ മേൽ എന്തുണ്ടായിരിക്കും? ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വിശ്വസിച്ചുള്ള സ്നാനമാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ വചനത്തെയാണ് അനേകം ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കത്തോലിക്കരെയൊക്കെ പോലും പിടിച്ചുകൊണ്ടുപോയി, നിങ്ങൾ വിശ്വസിച്ചല്ല സ്നാനപ്പെട്ടത്, ശിശുപ്രായത്തിൽ സ്നാനപ്പെട്ടത് അത് ശരിയല്ല, നിങ്ങൾ വിശ്വസിച്ച് സ്നാനപ്പെടണം. അവിടെ വീണ്ടും മുങ്ങാൻ പറഞ്ഞുകൊണ്ട് എത്രയോ പേരെ കൊണ്ട് മുക്കിയിട്ടുണ്ട്. അവിടെയാണോ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? ഇവിടെ വചനം നമ്മൾ കേട്ടു, 3:16 വചനത്തെ എന്താ പറഞ്ഞത്? സ്നാനം കഴിഞ്ഞ ഉടനെ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ ആ സ്വർഗം തുറക്കപ്പെട്ടത്. സ്നാനപ്പെട്ടപ്പോൾ അല്ല, യേശു വെള്ളത്തിൽ മുങ്ങിയപ്പോഴല്ല, യേശു വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറി. യേശു വെള്ളത്തിൽ കടന്ന്, വേറെ വചനം പറയുന്നത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നപ്പോൾ ലൂക്കാ സുവിശേഷം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യേശു വെള്ളത്തിൽ മുങ്ങിയ സമയത്തല്ല യേശുവിന് പരിശുദ്ധാത്മാവ് വന്നത്, യേശു വെള്ളത്തിൽ കയറി. ലൂക്കാ സുവിശേഷം പറയുന്നു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് സത്യം. അവിടെയാണ് യേശുവിലേക്ക് രണ്ടാമത്തെ സ്നാനമായ പരിശുദ്ധാത്മാ സ്നാനം കടന്നു വന്നത്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവാണ് യേശുവിന് ശക്തി കൊടുത്തത്, രോഗികളെ സുഖപ്പെടുത്താന്, സുവിശേഷം പ്രസംഗിക്കാന്, മനുഷ്യരെ ഉയർപ്പിക്കാൻ എല്ലാം ശക്തി കൊടുത്തത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ
ഇന്ന് സ്നാനപ്പെടണം, മീൻസ് ഓരോ ദിവസവും സ്നാനപ്പെടണം. അത് ജലത്താലുള്ള സ്നാനം, അത് ഒരിക്കലേ ഉള്ളൂ ജലത്താലുള്ള സ്നാനം. അത് നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയതാണ്, ശിശുപ്രായത്തിൽ നമുക്ക് കിട്ടി. അതിന് വീണ്ടും അതിന് പുറകെ പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരു ജ്ഞാനസ്ഥാനമേ ഉള്ളൂ. അതിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് മാറി. ദൈവത്തിൽ നമ്മൾ പ്രവേശിച്ച ദൈവരാജ്യത്തിലാണ്. പക്ഷേ നമ്മളിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്ഥാനപ്പെടുത്തേണ്ടത്. അപ്പം അതുകൊണ്ടാണ് കൺഫർമേഷൻ, എന്താ മലയാളത്തിൽ പറയുന്നത്, ശരീരലേപനം എന്ന് പറയും. കുട്ടികൾ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഒരു കുദാശ കൊടുക്കുകയാണ്. ശരീരലേപനം അറിവോടുകൂടി ദൈവത്തിന് ആത്മാവ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ അവർ സ്വീകരിച്ചാൽ പോലും അവിടെ എന്തുമാത്രം പരിശുദ്ധാത്മാവിന് നിറവ് അവർക്കുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു ധ്യാനത്തിന് വരുന്നു, വചനം കേൾക്കുന്നു, നിങ്ങൾ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവിടെ ധ്യാന ഗുരുക്കന്മാരെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ മനുഷ്യരിൽ ആര് നിറയുന്നു? പരിശുദ്ധാത്മാവ് നിറയുന്നു. ഹല്ലേലൂയ. അതാണ് ധ്യാനങ്ങൾ സംഭവിക്കുന്നത്. ധ്യാനങ്ങൾ കൈവപ്പ് പ്രാർത്ഥനകളിൽ അവിടെ വ്യക്തമായിട്ട് അവർ അടയാളം വഴി അവർ അറിയുകയാണ്. ഇപ്പം നമ്മുടെ ശുശ്രൂഷകളാണ്, നമുക്കറിയാം, കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ നിലംപതിക്കുകയാണ്. ആ ശക്തി കടന്നു വരുമ്പോൾ അത് ആത്മാവിലുള്ള സ്നാനമാണ്, അത് ജലത്താലുള്ള സ്നാനമല്ല. പ്ലേസ് പറഞ്ഞു, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും. വിശ്വസിച്ച് സ്വീകരിക്കേണ്ട സ്നാനം ജലത്താലുള്ള സ്നാനമല്ല, പരിശുദ്ധാത്മാവുള്ള സ്നാനമാണ്. ഹല്ലേലൂയ. ആ സ്നാനം സ്വീകരിക്കുന്നവനാണ് ഈ അടയാളം സംഭവിക്കുന്നത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചിനെ പുറത്താക്കാൻ അധികാരം കിട്ടുന്നത് അവിടെയാണ്. കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ ഒരു സ്നാനം നമുക്ക് എന്നും നമ്മൾ പ്രാപിക്കണം. അത് പലപ്പോഴും നമ്മൾ തന്റെ ദാസി പറഞ്ഞിട്ടുണ്ട്, അതിന് ഏറ്റവും വലിയ അടയാളം, സ്നാനപ്പെടുള്ള അടയാളം എന്താണെന്ന് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. ഞാനൊരു 97 കാലഘട്ടത്തിൽ ഇടുക്കിയിലെ കരിസ്മാറ്റിക് ലീഡേഴ്സ് ഒരു വലിയൊരു മീറ്റിംഗ് നടത്തിയവര്. അപ്പോൾ അവിടെ എന്നെ വിളിച്ചു, ഈ വരങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. ഞാനവിടെ ചെന്ന് ഞാൻ ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് ഭാഷാപരമുണ്ട്? കുറച്ച് പേര് കൈപൊക്കി, കുറച്ച് സ്ത്രീകൾ കൈപൊക്കി ഭാഷാപരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ആദ്യം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭാഷാപരം വേണം, അത് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് വരണം. എന്നെ ഒരുക്കിയിട്ട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ കണ്ടതാണ്, ആ ജനം മുഴുവനും അന്യഭാഷത്തെ സ്തുതിക്കുന്നതാണ് കണ്ടത്. ഹല്ലേലൂയ. യഥാർത്ഥമായൊരു സ്നാനം. അല്ല, മറ്റൊരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ കൂട്ടത്തിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഒരു തമിഴ് സഹോദരൻ. ഞാൻ 3-ാം താമസിക്കുന്ന കാലഘട്ടത്തിലാണ്. അവിടുത്തെ ഫൊറോനയിലെ വികാരിയച്ഛൻ ചോദിച്ചു, അവിടെ സ്റ്റേഷൻ പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയി ഒരു പ്രാർത്ഥന നടത്തണം. അത് അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ മല കയറി പോകണം. രാജമല എന്ന് പറയുന്ന സ്ഥലം ഒത്തിരി മല കയറിപ്പെട്ട സ്ഥലമാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്, വണ്ടി എടുത്ത് പോയി. അപ്പം എൻ്റെ കൂടെ ഞാൻ ഈ തമിഴ് സഹോദരനെ വിളിച്ചു. ഞാൻ അവിടെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഒരു 10-15 പേരുണ്ട് പ്രാർത്ഥിക്കാൻ. അച്ഛൻ പറഞ്ഞൊരു 10-60 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. ഒരു 10-15 പേരുണ്ട്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അതൊരു 94 കാലഘട്ടത്തിലാണ്. അപ്പം ഞാനത് വിചാരിച്ചു, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഈ 10-12 പേരുണ്ട്. അപ്പം ഞാൻ ആ സ്റ്റീഫനോട് പറഞ്ഞു, ആ തമിഴ് സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ തമിഴ് സംസാരിക്കുക, പ്രാർത്ഥിക്കുക, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഞാൻ വണ്ടിക്കാതിരിക്കുക. ഒരു ചെറിയൊരു ഒരു എസ്റ്റേറ്റിലെ ഒരു ലയമാണ്. എസ്റ്റേറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു പറയും, ഒരു ഫീൽഡ് ഓഫീസ് എന്ന് പറയും. അതിനകത്താണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. അവിടെയാണ് പള്ളി, കുർബാന നടക്കുന്നത് അവിടെയാണ്. ഞാൻ തൊട്ടടുത്ത് വണ്ടിയിട്ട് പാർക്ക് ചെയ്ത് വണ്ടിക്കാതിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനുണ്ട് ഹോളിനകത്ത് ഭയങ്കര ശബ്ദം, പിന്നെ തീ പിടിച്ച പോലെ ഭയങ്കര ബഹളം ഹോളിനകത്ത്. ഞാൻ വേഗം ചാടി ഇറങ്ങി നോക്കുമ്പോൾ ഉണ്ട് സകല മനുഷ്യരും ഭാഷയോട് ചോദിച്ചുകൊണ്ടിരിക്കുക, ആ തമിഴര് മുഴുവൻ. ഹല്ലേലൂയ. ഞാൻ ലജ്ജിച്ചു പോയി. ആള് കുറവാണെന്ന് പറഞ്ഞ് ഞാൻ കയറിയില്ല. പക്ഷെ കർത്താവോടെ ഇറങ്ങി വന്നു, ശക്തിയോടെ ഇറങ്ങി വന്നു. അവരെല്ലാം ആത്മാവിൽ പൂരിതരായിട്ട് മാറി. ഇത് ആത്മാവിൻ്റെ സ്നാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുകയാണ്. അതാണ് നമ്മൾ വായിക്കുന്ന വചനം 10:44 അപ്പോസ്തല പ്രവർത്തനത്തിൽ പത്രോസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ട് എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും അന്യഭാഷ സ്തുതിക്കാൻ തുടങ്ങി. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, ദൈവമേ ഇത് കിട്ടിയിട്ടില്ല, ഈ ഭാഷാപരം കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവം എനിക്കത് വേണം, എനിക്ക് ഭാഷാപരം വേണം. അത് ഞാൻ സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ശക്തമായൊരു അഭിഷേകമാണ്. ഒരു ശക്തമായ അഭിഷേകത്തിലേക്ക് വരുന്നതാണ് സ്ഥാനപ്പെടൽ. പരിശുദ്ധാത്മാവ് എല്ലാവരും വരും, പക്ഷേ ഒരു അഭിഷേകം വരണം. ആ അഭിഷേകമാണ് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറവ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
അപ്പോൾ 3 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, നമുക്ക് ശക്തി വേണം. ശക്തി വേണം, ധൈര്യം വേണം, നമുക്ക് ഹൃദയ സൗഖ്യം ഉണ്ടാകണം, നമ്മുടെ ഭയം വിട്ടു പോകണം, വ്യഗ്രതകൾ വിട്ടു മാറണം, മനസ്സിന് സമാധാനം, ശാന്തത ഉണ്ടാകണം. 2, അധികാരം ഉണ്ടാകണം. നമുക്ക് അധികാരമുണ്ട്, നമ്മൾ കേട്ടു, നമ്മൾ രാജീയ പുരോഗണമായതുകൊണ്ട് ആ അധികാരം നമ്മൾ ഉറപ്പിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ശക്തമായിട്ട് നമ്മൾ വളർന്ന് കയറി വരണം. നമ്മുടെ അഭിഷേകത്തെ നമ്മൾ ഒவ்வொரு നാളും ഉജ്ജ്വലിപ്പിക്കണം. ആ പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാവിലുള്ള സ്നാനം. ജലത്താലുള്ള സ്നാനം 1, ആത്മാവിലുള്ള സ്നാനം 1. രണ്ടും രണ്ടാണ്. ഒരു ക്രൈസ്തവൻ, ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാപിച്ചെടുക്കേണ്ടത് ആത്മാവിലുള്ള സ്ഥാനമാണ്, ജലത്താലുള്ള സ്ഥാനമല്ല. മറ്റു സഭകൾ പഠിപ്പിച്ചതുപോലെ വീണ്ടും പോയി മുങ്ങണം എന്ന് പറഞ്ഞ് അനേകരെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി തെറ്റിദ്ധരിപ്പിച്ചാണ്. തെറ്റായ പഠനമാണ്. അതൊരിക്കലും ദൈവികമായ പഠനമല്ല, അത് വചനാധിഷ്ഠിതമായ പഠനമല്ലത്. യഥാർത്ഥമായ സ്നാനം അത് ആത്മാവിലുള്ള സ്നാനമാണ്. അത് പ്രാപിക്കുന്നവനാണ് ഈ അടയാളങ്ങൾ, ഭാഷാപരം, രോഗശാന്തിപരം, പിശാചുകളെ പുറത്താക്കാനുള്ള അധികാരം എല്ലാം ലഭിക്കുന്നത് അവിടെയാണ്. നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സ്വർഗത്തിലേക്ക്. കർത്താവേ, ഈ മേഖലകളിൽ എന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് എന്നിലെ അധികാരത്തെ ഉണർത്തിക്കൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ട് ആത്മാവിനെ എന്നെ സ്ഥാനപ്പെടുത്തണേ കർത്താവേ, ആത്മാവിനെ എന്നെ ശക്തിപ്പെടുത്തണേ കർത്താവേ. നമുക്ക് തന്നെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ നാവിലേക്കും കർത്താവിൻ്റെ അഗ്നി പടരട്ടെ. ഓരോ നാവിലേക്കും തീകട്ടെ, പതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥിക്കുന്നു, ആത്മാവിനെ സ്നാനം കൊടുത്ത് മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ആത്മാവിനെ ശക്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അന്യഭാഷകൾ ലഭിക്കട്ടെ, അന്യഭാഷകൾ ലഭിക്കട്ടെ, ദർശനങ്ങൾ ലഭിക്കട്ടെ, ഭാഷാപരം ലഭിക്കട്ടെ, പ്രവചനപരം ലഭിക്കട്ടെ, വരങ്ങൾ ഉണരട്ടെ, വരദാനങ്ങൾ ഉജ്ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടേയിരിക്കുക, സ്തുതിച്ചുകൊണ്ടേയിരിക്കുക, നിർത്തരുത്, സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. Hallelujah, glory. Hallelujah, glory. Hallelujah, glory. സ്തോത്രം, glory, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. Hallelujah, glory. Hallelujah, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Hallelujah, glory. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെ ശക്തി പ്രാപിക്കുന്ന വചനം ഇവിടെ മാംസം ധരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ സ്ഥാനം ടെസ്റ്റ് ചെയ്യാൻ, അനുഭവിച്ചറിയാൻ തുറക്കണമേ പരിശുദ്ധാത്മാവേ. ആദ്യം വന്നവരും അവരും അനുഭവിച്ചറിയേണ്ട ദൈവമേ, ശക്തി, ചൂട്, സ്നേഹം അവർ പടരട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കഥ പറഞ്ഞു, ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മല പോലും മാറിപ്പോകും. അതിന് 3 തലങ്ങൾ പറഞ്ഞു: ശക്തി, അധികാരം, വിശ്വാസം. വിശ്വാസം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഉറപ്പുള്ള വിശ്വാസം ഉണ്ടാകണം. കാരണം തിളങ്ങുന്ന ഞങ്ങളെ പോലുള്ള വിശ്വാസമല്ല, ഉറപ്പുള്ള വിശ്വാസം. ഞാൻ പറഞ്ഞാൽ സംഭവിക്കും. ഹല്ലേലൂയ. ആ അറിവ് നമുക്കുള്ളിൽ ഉണ്ടാകണം. കാരണം ഞാൻ പറയുന്നത് മനുഷ്യമായിട്ടല്ല, ഞാൻ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അത് സംഭവിക്കും എന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. ഞാൻ മിനിയാന്ന് മൂന്നാറിൽ നിന്നും എറണാകുളത്തേക്ക് വരികയാണ്. വണ്ടി യാത്രയിൽ വരുമ്പോൾ ഒരു കോള് വന്ന്. ആദ്യം ഞാൻ എടുത്തില്ല, വീണ്ടും വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്, കേൾക്കണം. എനിക്ക് ആളാരും മനസ്സിലായില്ല. അപ്പോൾ ആരോ നമ്പർ കൊടുത്ത് വിളിക്കുക എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു കുറേ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് കുറേ സമയം വേണം. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ യാത്ര ചെയ്യാൻ സംസാരിച്ചു, കേൾക്കാം. അവർ പറഞ്ഞ പ്രശ്നം ഇതാണ്: അവർക്ക് 49 വയസ്സ് പ്രായമുണ്ട്, 41 വയസ്സ് സ്ത്രീക്ക്. വിവാഹമൊന്നും നടക്കുന്നില്ല. ആ നാട്ടിലെ ഒരു
മറ്റൊരു മനുഷ്യനുമായിട്ട് വിവാഹം ആലോചിച്ചു. അയാൾക്ക് 51 വയസ്സ് പ്രായമുണ്ട്. രണ്ടു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടു. കല്യാണം നടത്താൻ തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സഹോദരൻ്റെ മൂത്ത സഹോദരി എതിർത്തു. ഒരു കാരണവശാലും നടത്തിക്കില്ല എന്ന് പറഞ്ഞു. അവരിങ്ങനെ വാക്ക് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ സഹോദരൻ കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയെ വിളിച്ച് പറയുകയാണ്, അയാൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കാൻ. എത്ര ആലോചന വന്നാലും അവരുടെ മൂത്ത സഹോദരി തട്ടിക്കളയുക, ഇത് നടത്തി കൊടുക്കില്ല. ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ആരോ നമ്പർ കൊടുത്തതാണ്. ഞാനത് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ഇതൊരു അന്യായവും അനീതിയുമാണത്. ആ സ്ത്രീ അവർക്ക് സ്വത്ത് കൊണ്ടാണ്. ഞങ്ങളെ കല്യാണം കഴിച്ചാൽ സ്വത്ത് നഷ്ടപ്പെട്ടു പോകും, അവന് കൊടുക്കേണ്ടി വരും. അത് അവനും കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ് കൊണ്ടുപോകും. അതുകൊണ്ട് വിവാഹം നടത്താൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ശപിക്കപ്പെട്ട ജീവിതങ്ങൾ ഇത്ര കുടുംബം നശിപ്പിക്കുകയാണ്. അത് കേട്ടതും ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ആ സ്ത്രീ പറഞ്ഞ സംഭവിക്കില്ല. ഞാനവിടെ നാവിനെ അടച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. കാരണം ആ നിമിഷം എനിക്ക് എൻ്റെ ആത്മാവിൽ വലിയൊരു രോഷമാണ് തോന്നിയ സ്ത്രീയോട്. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി സ്വന്തം സഹോദരൻ 51 വയസ്സായിട്ടും അവരാണ് കുടുംബത്തിൻ്റെ നാഥ. ആ കുടുംബം നടത്തുന്ന സ്ത്രീയാണ്. അവർ പറഞ്ഞ് അപ്പുറത്ത് നടക്കാൻ പാടില്ല, അപ്പുറമേന്നല്ല. ഞാൻ പറഞ്ഞ സഹോദരികളൊന്നും ഭയപ്പെടേണ്ട. കർത്താവ് നിങ്ങൾക്ക് 2 കുടുംബത്തിന് സമ്മതമാണെങ്കിൽ ഭഗവാൻ നടന്നിരിക്കട്ടെ. അതിനെതിരെ പറഞ്ഞ ആ സ്ത്രീയുടെ വാക്കുകൾ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. അവർക്കൊന്നും ഞാൻ സാധിക്കത്തില്ല, ഒന്നും ഇവിടെ സംഭവിക്കത്തില്ല. ഈ വിവാഹം കർത്താവ് നടത്തി തരട്ടെ. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു നീതിക്ക് വേണ്ടി ഒരാൾ നിലവിളിക്കുമ്പോൾ സഹായിക്കാൻ ലോകത്തിൽ ആരുമില്ല. സ്വാർത്ഥരുടെ പേരിൽ ഒരാളെ ഒരു ജീവിതം തകർക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ നീതി ഇറങ്ങി വരും. ഹല്ലേലൂയ. അധികാരത്തിന്റെ ശക്തിയിൽ ഒന്നും ചലിക്കില്ല. അവിടെ നീ മിണ്ടിപ്പോകരുതെന്നാ പറഞ്ഞത്. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, അവരെനിക്ക് അറിയത്തില്ല. ഞാൻ ഫോണിലൂടെ പ്രാവശ്യം പറയാം, നീ ശബ്ദിച്ചു പോകരുത് ഇനി മേലിൽ. ആ സഹോദരനെ വിവാഹം തടസ്സപ്പെടുത്താൻ എനിക്ക് യാതൊരു അവകാശമില്ല. ശബ്ദിച്ചു പോകരുത്. ഒരു കൽപ്പനയായിരുന്നു. അവിടെ ശബ്ദിക്കില്ല ഇനി. അത് ഉറപ്പുള്ള കാര്യം. കാരണം അത് അധികാരത്തിലാണ് പറഞ്ഞത്. അധികാരത്തിന് വലിയ ശക്തിയുള്ളതാണ്. ഒത്തിരി സംഭവങ്ങളുണ്ട്, ഞാനിലേക്ക് വരുന്നില്ല. അതായത് എവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഓരോരുത്തരിപ്പം ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ട് ജയിക്കുന്നില്ല, തോപ്പിച്ചു കളയുന്നു. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലും നിലവിളിച്ച് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടെയൊക്കെ ദൈവത്തിൻ്റെ നീതി ഇറങ്ങി വന്നിട്ടുണ്ട്. കാരണം അധികാരമാണത്. ഈ അഭിഷേകത്തിൻ്റെ അധികാരത്തിൽ എല്ലാ മുട്ടുകളും മടങ്ങും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ കുരിശിൻ്റെ പ്രശ്നത്തിൽ കേസിൽപ്പെട്ട ഒരു സഹോദരനുണ്ട്, അനീഷ് പറഞ്ഞ സൂര്യൻ്റെ കൂടാരത്തുള്ള ഒരു മകനാണ്. ഒരു കേസുണ്ടായിരുന്നു മകനെതിരായിട്ട്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് അതാണ് തീരാത്ത കേസിന് വിധി വരുമ്പോൾ തലേദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, നാളെ കേസിന് വിധി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞു, കേസ് എതിരാണ്, വിധി കുറ്റം ചാർത്തപ്പെട്ടു, അതുകൊണ്ട് വിധിയുണ്ടാകും, ജാമ്യം എടുക്കണം, ശിക്ഷയുണ്ടാകും എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായി. നമ്മളില്ല കർത്താവേ, ബാക്കി എല്ലാ കേസുകളും അതിന് മുമ്പ് എൻ്റെ പേരിലുണ്ടായ കേസുണ്ടായിരുന്നു, പൊറിഞ്ഞിരുന്നവരുടെ പേരിലുണ്ടായിരുന്നു. അതെല്ലാം കർത്താവ് ഇടപെട്ടതെല്ലാം ഒന്നുമില്ലാക്കി വിട്ടു. ഇതേപോലെ അന്വേഷണ പേരിലെ കേസ് ഞാൻ മനുഷ്യരോട് പറഞ്ഞു, അവനോട് പറഞ്ഞു, നാളെ നീ കോടതി ചെല്ലുമ്പോൾ ആ വിധി പറയേണ്ട ജഡ്ജി കർത്താവിൻ്റെ കരുത്തിന് കീഴിലായിരിക്കും. നിനക്കെതിരെ ഒരു വിധിയും വരില്ല. നിനക്കെതിരെ ഒരു വിധിയും പറയില്ല. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ എല്ലാ വിധികളും ഞാൻ ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇവൻ നിരപരാധിയാണ്. അറിയാം, എനിക്കറിയാം ഇവൻ നിരപരാധിയാണ്. അതൊരു വ്യാജ കേസുണ്ടാക്കിയാണ് ആ മകൻ്റെ പേരിൽ. പോലീസുകാരെന്ന് പറയുന്നുണ്ടായി, വെറുതെ പേര് കൊടുത്ത് 2 പേര് പേര് വെച്ചാണ്. അവിടെ നിരപരാധിയാണ്. ഇവന് നീതി വേണം, ഇവൻ ശിക്ഷിക്കപ്പെടരുത്. അതുകൊണ്ട് ജഡ്ജി എന്തൊക്കെ വിധി വെച്ചിട്ടുണ്ടോ അതിനൊക്കെ റദ്ദ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് ദൈവത്തിൻ്റെ വിധി അവിടെ വരട്ടെ, അവൻ സ്വതന്ത്രമായി പോകട്ടെ. പിറ്റേ ദിവസം കോടതി ചെന്നു. രാവിലെ കേസ് വിളിച്ചപ്പം ജഡ്ജി പറഞ്ഞു, ഇവൻ കുറ്റക്കാരനാണ്, അവന് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. കൂടുതലുള്ള ആൾ പ്രായമുള്ള ഒരാളാണ്, രായക്കട ജോയി സഹോദരൻ. പ്രായം പരിഗണിച്ച് അയാളെ ഒഴിവാക്കി. പക്ഷേ ഈ ചെറുപ്പക്കാരനെ അന്വേഷണെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിധി പറയുന്നവരെ പ്രതികൂട്ടി നിൽക്കണം. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ ഞാൻ വിളിച്ചു. പക്ഷെ മൊബൈൽ എടുക്കാൻ അനുവാദമില്ല, കോടതിക്കകത്ത് ഒന്നും അറിയാൻ പറ്റിയില്ല. 5 മണിയായപ്പോഴത്തേക്കും വിധി വരേണ്ട സമയമാണ്.
ജഡ്ജി പറഞ്ഞു, ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. കാരണം അവിടെ ദൈവത്തിന് വലിയ അത്ഭുതം സംഭവിച്ചു. ശിക്ഷിക്കപ്പെട്ട ഒരു കേസാണ്. ജഡ്ജി പറഞ്ഞതാണ് എല്ലാ സാക്ഷ്യവിനും എതിരാണ്. ഒത്തിരി പോലീസുകാരുടെ സാക്ഷ്യങ്ങളുണ്ട്, സാക്ഷികളെല്ലാം ഇയാൾക്കെതിരാണ്. അതുകൊണ്ട് കേസ് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആളെ പിടിച്ച് നിർത്തിയത് അവിടെ. പക്ഷെ 5 മണി ആയപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കോടതിയിൽ ഇറങ്ങി വന്നു. ജഡ്ജി പറഞ്ഞു, കേസില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, വെറുതെ വിട്ടിരിക്കുന്നു. ഇതാണ് അധികാര ശക്തി എന്ന് പറയാ. നമുക്കെതിരെ വരുന്ന ഏതൊരു ശക്തികളെയും ഏതൊരു അധികാരങ്ങളെയും കീഴ്പ്പെടുത്താനുള്ള ശക്തിയും അധികാരവും സുവിശേഷത്തിനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കി എടുക്കണം. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പ്രാവർത്തികമായിട്ട് എടുക്കണം. നിങ്ങളെപ്പോഴും മുതിർന്ന പ്രാർത്ഥിക്കുന്നവരെ ഉടനെ ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് എൻ്റെ കാര്യം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. നീ തിരിച്ചറിഞ്ഞു നിനക്ക് ശക്തിയുണ്ട്. നീ പ്രവർത്തിക്കും, നീ ചെയ്യുമ്പോഴാണ് നിന്റെ ശക്തി പ്രകടമാകുന്നത്, നിന്റെ ആത്മാവ് ഉണരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ മലകളെയും നമുക്ക് തകർത്ത് കളയാം. മലകൾ പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ മലകളാണ് മാറ്റമില്ലാതെ നിൽക്കുന്ന നമ്മുടെ തലമുറകൾ, അടിമകൾ, അശുദ്ധാത്മാക്കൾ, കീഴടങ്ങാതിരുന്ന അശുദ്ധാത്മാക്കൾ. നമ്മളെ ഈ കാലത്തൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി ആത്മാക്കൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, വിടുതൽ കിട്ടിയിട്ടുണ്ട്. ഈശോ പറഞ്ഞ വചനമുണ്ട് ലൂക്ക 6-ാമത്തെ അധ്യായത്തിൽ. ഈശോ പറയുന്നുണ്ട്, ആഴത്തിൽ കുഴിച്ച് പാറമ്പേൽ അടിത്തറ ഇട്ട് പണിയണം എന്ന് പറഞ്ഞു. ആഴത്തിൽ കുഴിക്കണം. ഈ ആഴപ്പെടൽ സംഭവിക്കേണ്ടത് നമ്മുടെ തലമുറയുടെ മേഖലയിലാണ്. അവരുടെ പാപങ്ങൾ അതിങ്ങനെ കട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഓരോ അടുക്ക് പോലെ കിടക്കുന്നത്. 21 തലമുറ എന്ന് പറയുമ്പോഴത്തേക്കും 2100 വർഷങ്ങൾ ജീവിച്ച് മരിച്ച തലമുറകളുടെ പാപങ്ങൾ അതിങ്ങനെ നമ്മൾ കിണർ കുത്തിയാൽ വരുന്ന പോലാണ്. ആദ്യം മണ്ണ്, പിന്നെ അടുക്കുള്ള പാറകള്, അല്ലെ കട്ടിയുള്ള പാറകള്, ചെങ്കല്, അല്ല അടിപ്പാറ, കരിമ്പാറ, ഇതൊക്കെ പൊട്ടിച്ച് അടി ചെല്ലുമ്പോഴായിരിക്കും വെള്ളം കാണുന്നത്. ഇത് തന്നെ നമ്മൾ ചെയ്യണം. ഇവിടെ നമ്മൾ കുഴിക്കണം. നമ്മുടെ തലമുറകളുടെ പാപത്തിന് നമ്മൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അധികാരത്തിൽ അവരെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. അത് വിട്ടുകൂടെ അവർ കീഴടങ്ങാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കുകയാണ് ബന്ധന പ്രാർത്ഥനകളിലൂടെ. അങ്ങനെയുള്ളൊരു പ്രാർത്ഥന, ശക്തമായൊരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ താഴ്ത്ത് ചെല്ലും തോറും നമ്മൾ കാണുന്നത് അതിഭീകരന്മാരായ ആത്മാക്കളെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിസ്സാരന്മാരല്ല. നമ്മൾ കുഴിച്ച് ചെല്ലും തോറും ഇളകി വരുന്നത് അതിശക്തന്മാരാണ്, അതിക്രൂരന്മാരായ അശുദ്ധാത്മാക്കളാണ്. ഇതാണ് എൻ്റെ സത്യം. നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കുറെ പ്രാർത്ഥിച്ചു, കുറെ തലമുറ രക്ഷപ്പെട്ടു പോയി, ഇല്ല അവസാനിച്ചതല്ല. ആഴത്തിൽ നമ്മൾ കുടിച്ച് നമ്മളെ ശുദ്ധീകരിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായ ശക്തി ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പം പ്രാർത്ഥന നമ്മൾ തീക്ഷ്ണത കാണിക്കണം. തലമുറ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കൂടുതൽ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ആഗ്രഹിച്ച ഈ പ്രാർത്ഥന സമയത്ത് നിങ്ങളുടെ കൂടുതൽ ഒരു 53 മണി ജപമാല ചൊല്ലി ഈ തലമുറ ഇവിടെ ബന്ധിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. നമ്മുടെ സമയം കടന്നുപോയി എങ്കിൽ പോലും ഇനിയൊരു പ്രാർത്ഥന സന്ദർഭത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതായത് ഇന്ന് അയച്ച വിടുതൽ അഭിഷേകവും ഞാൻ പ്രാർത്ഥിക്കുന്നു. തലമുറയിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ എന്ന്. ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ജ്ഞാനവും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് തന്റെ ആത്മാവിൽ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ ദൈവത്തിന്റെ വചനം നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. നമ്മുടെ തലമുറയിൽ ഇറങ്ങിച്ചെല്ലട്ടെ. നമ്മുടെ തലമുറകളെല്ലാം കീഴടങ്ങട്ടെ. ബന്ധനസ്ഥ ആത്മാക്കൾ കീഴടങ്ങട്ടെ. അവിടെ ഒരു വിശ്വാസമില്ലാതെ എതിർത്ത് നിൽക്കുന്ന എല്ലാ അടിമകളും കീഴടങ്ങട്ടെ. എല്ലാ തലമുറകളും കീഴടങ്ങട്ടെ. അതാണ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ആധിപത്യങ്ങളും തകരട്ടെ. അല്ല ഇരുപൊടാമലും തകരട്ടെ. അല്ല കരിമാറി ഉടയട്ടെ. ചകുടികൾ തുറക്കപ്പെടട്ടെ. ചകുടിയിൽ ആഴങ്ങൾ തുറക്കപ്പെടട്ടെ. നരകത്തിന്റെ അകാത ഗർത്തങ്ങളെ അകത്തി ഇറങ്ങി ചെല്ലട്ടെ. അല്ല അടിമകളും കീഴടങ്ങട്ടെ. അടിമകളും കീഴടങ്ങട്ടെ. സത്താൻ എല്ലാ ശക്തിയിലും കീഴടങ്ങട്ടെ. സത്താൻ കൊള്ളയടിച്ചുകൊണ്ട് പോയ പിതാക്കന്മാര്, കഴിഞ്ഞു പോയ തലമുറകള് 2000 വർഷങ്ങളായി തടവര് കിടക്കുന്ന അടിമകളിലേക്ക് ശക്തി ഇറങ്ങിച്ചെല്ലട്ടെ. അഗ്നി ഇറങ്ങിച്ചെല്ലട്ടെ. കീഴടങ്ങട്ടെ. അല്ല അടിമകളും കീഴടങ്ങട്ടെ. പിതാക്കന്മാർ കീഴടങ്ങട്ടെ. അല്ല തലമുറ കീഴടങ്ങട്ടെ. കീഴടങ്ങട്ടെ. പിശാചിനെ സേവിച്ച് സതാനെ സേവിച്ച് മനുഷ്യ കുരുതി നടത്തി കർത്താവ് ഏതെല്ലാം രീതിയിൽ അവർ എത്ര നിന്ദ്യമായ രീതിയിൽ ജീവിച്ചിട്ടുണ്ട്. എത്രയോ നരകത്തിൽ എത്രമാത്രം മനുഷ്യരെ കൊന്ന് പിശാചിന് വേണ്ടി പൂജ നടത്തിയിട്ടുള്ള മനുഷ്യര്, ശിശുഹത്യ നടത്തിയിട്ടുള്ള മനുഷ്യര്. എൻ്റെ കർത്താവേ, അടുത്തുമെല്ലാം വ്യക്തവും അനാവൃതമാണ്. ഞങ്ങളുമായി രക്തം കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കഴിഞ്ഞുപോയ തലമുറകള്
അവർ ചെയ്തിട്ടുള്ള കൊലപാതക പ്രവൃത്തികൾ, വ്യഭിചാരത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ, സ്വർഗഭോഗത്തിൻ്റെ, മൃഗഭോഗത്തിൻ്റെ ഏതെല്ലാം രീതിയിലുള്ള പൈശാചിക ഇടപെട്ടിട്ടുണ്ടോ ദൈവമേ അതിനെ മേലെ അഗ്നി ഇറങ്ങി ചെല്ലട്ടെ കർത്താവേ. ആഴങ്ങൾ ഉറങ്ങുന്നവരെ അഗ്നി ഇറങ്ങി ചെല്ലട്ടെ. അവരെല്ലാം ബന്ധിക്കപ്പെടട്ടെ, അവരെല്ലാം കീഴടങ്ങട്ടെ, അവരെല്ലാം സ്വതന്ത്രരാകട്ടെ, യേശുവിനെ അറിയട്ടെ, യേശുവിനെ വിളിച്ചപേക്ഷിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ. ഈ ജനം സ്വതന്ത്രമാകട്ടെ, ഈ തലമുറ സ്വതന്ത്രമാകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, എൻ്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ. സാത്താൻ കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനാ സ്തോത്രം അങ്ങേക്കും. മഹത്വം, 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 മഹത്വം. ഇളങ്ങിയ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് ആരാധന സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവേ, അവിടുന്ന് അവരുടെ കരുണയായിരിക്കണം പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ പിടാസകനത്തിന് യോഗ്യതയാൽ നരകത്തിലേക്ക് ഇറങ്ങിയ യേശു നേടിയ മഹത്വത്തിന് യോഗ്യതയാൽ കോടിക്കണക്കിന് ആത്മാക്കളിലേക്ക് താൻ്റെ വചനം ഇറങ്ങിച്ചെല്ലട്ടെ. ഫിഡിസിന് അഭിഷേകം ഇറങ്ങിച്ചെല്ലട്ടെ. മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം കേൾക്കട്ടെ, വചനം കേൾക്കട്ടെ. അടിമകൾ കീഴടങ്ങട്ടെ, കീഴടങ്ങുക, കീഴടങ്ങുക, കീഴടങ്ങട്ടെ. തടവറകൾ തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ സൈന്യോട് ഇറങ്ങി വരട്ടെ. ശിമിഖാലി സൈന്യം ഇറങ്ങി ചെല്ലട്ടെ. അവരെല്ലാം ബന്ധിക്കട്ടെ, അവരെല്ലാം കീഴ്പ്പെടുത്തട്ടെ, അവരെല്ലാം കീഴ്പ്പെടുത്തട്ടെ, അവരൊക്കെ സ്വതന്ത്രമാക്കട്ടെ. അത് യേശുവിൽ വിശ്വസിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവിലേക്ക് കടന്നു ചെല്ലട്ടെ, യേശുവിൻ്റെ നാമത്തിലേക്ക് കടന്നു ചെല്ലട്ടെ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. എല്ലാ തലമുറകളും കീഴടങ്ങട്ടെ. യേശുവിനെ കർത്താവ് സ്വീകരിക്കട്ടെ. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. സകല ആത്മാക്കളെയും അശ്വന്യാവരുടെ പിതാവിനെ സമർപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടുവാൻ, അവരെല്ലാം സ്വതന്ത്രരാക്കപ്പെടുവാൻ, ജലത്താലും ആത്മാവിനാലും ദൈവത്തിൻ്റെ വചനം വന്ന ജലം കൊണ്ടും ജീവജലം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സ്ഥാനപ്പെട്ടവരായി അവർ ദൈവത്തിൻ്റെ മക്കളായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ നന്മകൾ പ്രാപിക്കട്ടെ. പിതാവ് ദൈവർക്ക് പുതിയ പേര് നൽകട്ടെ. മിഖായേൽ സൈന്യവും അവരെ സ്വീകരിച്ച് അവരെ കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം വിട്ടുകൊടുക്കുക. നമ്മുടെ മേലുള്ള സ്വാധീനങ്ങൾ ദൈവമേ ഈ 40 ദിവസത്തെ പ്രാർത്ഥനകളിലൂടെ വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. എല്ലാ ആത്മാക്കളും നിങ്ങളെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോരുത്തരിലേക്ക് രക്ഷ കടന്നു ചെന്ന് ഒക്കെ രക്ഷ പ്രാപിച്ച് കടന്നു പോകട്ടെ. എല്ലാവരും അങ്ങനെ വിട്ടു തന്നുകൊണ്ട് സ്വർഗീയ പ്രതീക്ഷയിൽ അവരെ കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിച്ചു ശ്രദ്ധിച്ച് മാതപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം കഴിക്കും മഹത്വം.